സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ദിവസം. അതിനാൽ തന്നെ നാളത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയ്ക്കുന്നതായ ഒരു ദിവസമാണ് നാളെ. അതിനാൽ തന്നെ നാളെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നാളെ നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിൽ പ്രധാനപ്പെട്ടതായി പരാമർശിക്കാനായിട്ടുള്ളത്, ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ തീർച്ചയായും നാളെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഏവരും ദർശനം നടത്തണം. എന്നിരുന്നാൽ പോലും ഈ നക്ഷത്രക്കാർ മുടക്കം കൂടാതെ നാളെ പോകാതിരിക്കരുത് എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഏതെല്ലാം നക്ഷത്രക്കാരാണ് നാളെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത്? നാളെ ഏതെല്ലാം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും? അതായത് ഏതെല്ലാം നക്ഷത്രക്കാർക്ക് നാളെ സൗഭാഗ്യം, ഉയർച്ച വന്നു ചേരും തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നാളെ ദർശനം നടത്തേണ്ടതായ ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി മനസ്സിലാക്കാം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. എന്നാൽ തീർച്ചയായും ഇവർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിഷു ദിവസം പോകാതിരിക്കരുത് എന്ന് നിസ്സംശയം പറയാം. കാരണം ഇവർ ദർശനം നടത്തുന്നതിലൂടെ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കൂടാതെ സൗഭാഗ്യങ്ങൾ തേടിയെത്തും. കൂടാതെ ഹനുമാൻ സ്വാമിയെയും ഇവർ ഭജിക്കേണ്ടത് അനിവാര്യമാണ്. നാളെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരണം എന്നില്ല. അതിനാൽ ജീവിതത്തിലുള്ള ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാൻ തീർച്ചയായും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വെണ്ണ നാളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരമാണ്. തീർച്ചയായും ഈ ഒരു കാര്യം ഈ നക്ഷത്രക്കാർ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും അത്ര ശുഭകരമല്ല സമയം. വളരെ ദോഷകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം തീർച്ചയായും ഇവർ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. തീർച്ചയായും ഇവരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരേണ്ട ദുരിതഫലങ്ങൾ പോലും ഒഴിവാക്കുവാൻ സാധിക്കും. നാളെ തുളസിമാല ചാർത്തുന്നതും പാൽപായസ വഴിപാട് നടത്തുന്നതും ശുഭകരമാണ്. അതിനാൽ ഇന്നേ ദിവസം തന്നെ പാൽപായസത്തിനെ ഷീട്ടാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കാര്യം തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാകുന്നു. എന്നാൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇവർ നാളെ തീർച്ചയായും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. നാളെ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതീവ ശുഭകരമാണ്. തീർച്ചയായും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തടസ്സങ്ങൾ കൂടാതെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനും ജീവിതത്തിൽ ഉയർച്ച അത് സ്ഥിരമായി നിലനിൽക്കുവാനും നാളെ തീർച്ചയായും നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് വെണ്ണ നിവേദ്യം സമർപ്പിക്കുന്നതും നാളെ തൃക്കൈവെണ്ണ വഴിപാട് നടത്തുന്നതും അതേപോലെ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രക്കാർ തീർച്ചയായും നാളെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടവർ തന്നെയാണ്. ഇവർ ദർശനം നടത്തുന്നതിലൂടെ വന്നു ചേരേണ്ട ആ സൗഭാഗ്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഇരട്ടിയായി തന്നെ വന്നു ചേരും. നാളെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നതും അതീവ ശുഭകരം തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി തന്നെ തടസ്സങ്ങൾ കൂടാതെ കടന്നു വരും. നാളെ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാണ്. കൂടാതെ പേരിൽ പുഷ്പാഞ്ജലി നടത്തുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമായ ഒരു സമയമല്ല വന്ന് ഭവിച്ചിരിക്കുന്നത്. ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ നാളെ തീർച്ചയായും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതീവ ശുഭകരമാണ്. വരും ദിവസങ്ങളിലും തീർച്ചയായും മുടക്കങ്ങൾ കൂടാതെ ബുധനാഴ്ച ദിവസമോ
അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ദർശനം നടത്തുന്നത് അതീവ ശുഭകരമാണ്. ദർശനം നടത്തുന്നതായ അവസരത്തിൽ തുളസിമാല ചാർത്തുന്നതും പാൽപായസം നടത്തുന്നതും തൃക്കൈവെണ്ണ വഴിപാട് നടത്തുന്നതും ശുഭകരമാണ്. തീർച്ചയായും ഈ വഴിപാടുകൾ നടത്തുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ തീർച്ചയായും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതീവ ശുഭകരമാണ്. സാധിക്കുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങളെ തേടി സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരും. പാൽപായസ വഴിപാട് നാളെ നടത്തുന്നതും തുളസിമാല ഭഗവാന് ചാർത്തുന്നതും പുഷ്പാഞ്ജലി നടത്തുന്നതും അതീവ ശുഭകരമാണ്. നിങ്ങളുടെ പേരിൽ നടത്തുക. കാരണം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിന് ഈ സമയം തീർച്ചയായും നിങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നത് അതീവ ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രക്കാർ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ദർശനം നടത്തുക. ഭഗവാനെ ആരാധിക്കുന്നത് അതീവ ശുഭകരമാണ്. നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥകൾ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും. എന്നാൽ ഉത്രാട നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമായതിനാൽ തന്നെ ഈ സമയം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ തീർച്ചയായും സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും. ഇവർ വിഷ്ണു ഭജനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുന്നത് ശുഭകരമാണ്. എന്നാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമായി തന്നെ തീരും. തീർച്ചയായും തുളസിമാല ചാർത്തുകയും ഭഗവാന് നിങ്ങളുടെ പേരിൽ തന്നെ അർച്ചന നടത്തുന്നതും അതീവ ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാകുന്നു. ചതയം നക്ഷത്രക്കാർ തീർച്ചയായും നാളെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതീവ ശുഭകരമാണ്. ചതയം നക്ഷത്രക്കാർക്ക് തീർച്ചയായും വന്നു ചേരേണ്ട അപകടങ്ങൾ പോലും ഒഴിവായി പോകുന്ന സമയമാണ്. കാരണം ശുഭകരമല്ല ഈ സമയം. വന്നു ചേരേണ്ട അപമാനങ്ങൾ പോലും ഒഴിവാക്കുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പാൽപായസം നാളെ നടത്തുന്നതും തൃക്കൈവെണ്ണ വഴിപാട് നടത്തുന്നതും തുളസിമാല ചാർത്തുന്നതും അതീവ ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തീർച്ചയായും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇത്. എന്നാൽ തീർച്ചയായും ഇവർ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നാളെ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. കാരണം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുവാൻ സഹായകരമാണ് ഈ സമയം. അതിനാൽ തീർച്ചയായും ഇവർ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് പാൽപായസവും അതേപോലെ തുളസിമാലയും തൃക്കൈവെണ്ണ വഴിപാടും നടത്തി പ്രാർത്ഥിക്കുക. സർവ്വ ഐശ്വര്യപ്രദമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർ തീർച്ചയായും ഭഗവാനെ ആരാധിക്കുന്നത് അതീവ ശുഭകരമാണ്. നാളെ തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. ജീവിതത്തിൽ ഗുണകരമായ കാര്യങ്ങൾ ഇരട്ടിക്കുന്നതിനും തടസ്സങ്ങൾ കൂടാതെ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിനും സഹായകരമാണ് ഈ സമയം. ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും വഴിപാട് നടത്തുക. കൂവളമാല കൂടി ഭഗവാന് ചാർത്തുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിങ്ങൾ തീർച്ചയായും തുളസിമാല ചാർത്തുകയും പാൽപായസ വഴിപാട് നടത്തുകയും ചെയ്യേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം തൃക്കൈവെണ്ണ വഴിപാട് നടത്തുന്നതും അതീവ ശുഭകരമാണ്. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാരിൽ പാൽപായസ വഴിപാട് നടത്തേണ്ട നക്ഷത്രക്കാർ തീർച്ചയായും ഇന്നേ ദിവസം തന്നെ ഈ വഴിപാടിനുള്ള ഷീട്ടാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന കാര്യവും ഓർക്കുക. നാളെ മുതൽ ഇവർ കുതിച്ചുയരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. സൗഭാഗ്യങ്ങൾ തേടിയെത്തുക തന്നെ ചെയ്യും. അപ്രതീക്ഷിതമായി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരും. കാര്യതടസ്സം ഒഴിയുകയും അംഗീകാരങ്ങൾ തേടിയെത്തുകയും ബിസിനസ് പരമായും കച്ചവടവുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരും. വരുമാനം വളരെയധികം വർദ്ധിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ്. നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും. അഭീഷ്ട നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും ഉയർച്ച നേടുവാനും സാധിക്കും. ചിന്തിച്ച് ഏതൊരു കാര്യം പ്രവർത്തിക്കുകയാണ് എങ്കിലും ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും.
ബിസിനസ് പരമായി വളരെയധികം ഉയർച്ച വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ധനപരമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. പോസിറ്റീവ് ചിന്തകളാൽ മനസ്സ് നിറയുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ഭവിക്കും. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതായ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ പരിഹരിക്കുവാനും കുടുംബസൗഖ്യം വന്നു ചേരുവാനും ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നടക്കുന്നതായ സമയം. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരും. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തീരും എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയം. തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച വന്നു ചേരും. ഏതൊരു കാര്യവും നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്നതായ സമയം. പ്രവൃത്തി വിജയം തേടിയെത്തും. കുടുംബസൗഖ്യം, ബന്ധുഗുണം, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വരെ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബസ്വത്ത് ലഭിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരം നക്ഷത്രമാണ്. സൗഭാഗ്യങ്ങൾ തേടിയെത്തും. ബഹുമാനം വർദ്ധിക്കും. സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. കാര്യവിജയങ്ങൾ നേടുവാൻ സാധിക്കും. പ്രവൃത്തി ഗുണം, ഭൂമി വാങ്ങുക, ഭൂമി വിൽക്കുക തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്ന സമയമാണ്. വസ്തുപരമായി നേട്ടങ്ങൾ വന്നു ചേരാം. വീട് പണി തുടങ്ങുവാനും പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതായ അവസരം. ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്ന് ഭവിക്കും. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മുടങ്ങിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും. വീടുപണി നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. വസ്തുപരമായി നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരും. കാര്യലാഭം വന്നു ചേരുന്നതായ സമയമാണ്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്ന സമയമാണ്. മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും. വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് പറയാം. ഈ സമയം സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഏറ്റവും അനുകൂലമായ സമയങ്ങളാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം.